കോട്ടക്കലിൽ വിവാഹം മുടങ്ങിയെന്നാരോപിച്ച് മധ്യവയസ്കനെ ആക്രമിച്ച് ദൃശ്യങ്ങൾ പകർത്തിയ സംഭവത്തിൽ പിതാവും മകനും ബന്ധുവും അറസ്റ്റിൽ. ഒതുക്കുങ്ങൽ ചെറുകുന്ന് സ്വദേശി തയ്യിൽ അബ്ദു, മകൻ നാഫി, ബന്ധു ജാഫർ എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. ചെറുകുന്ന് സ്വദേശി കൊടലിക്കാടൻ കുട്ടിയാലിയാണ് മർദ്ദനത്തിന് ഇരയായത്. ആക്രമിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ സമൂഹമാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുകയും ചെയ്തു. വിവരങ്ങളുമായി മലപ്പുറത്ത് നിന്നും രമ്യ ചേരുന്നു. രമ്യ, ആ ദൃശ്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസവും കണ്ടതാണ്. ബന്ധുക്കളാണ് ഇവരെന്നും പറയുന്നു. വ്യക്തിവൈരാഗ്യത്തിന്റെ പേരിലായിരുന്നു ആ ഒരു വിവാഹം മുടക്കിയതെന്നും പറയുന്നു. ഇപ്പോൾ അതിൽ അറസ്റ്റ് ഉണ്ടായിരിക്കുകയാണ്. എന്തെല്ലാമാണ് വിവരങ്ങൾ? സ്വാതി, വിവാഹം മുടങ്ങിയെന്ന് ആരോപിച്ച് വീട്ടിൽ കയറി ആക്രമിച്ച് ദൃശ്യങ്ങൾ പകർത്തി സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിച്ച സംഭവത്തിലാണ് ഇപ്പോൾ മലപ്പുറം ഒതുക്കുങ്ങൽ സ്വദേശിയായ അബ്ദുവിനെയും മകനായ നാഫി, ഇവരുടെ ബന്ധുവായ ജാഫർ എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്തത്. ഒതുക്കുങ്ങൽ ചെറുകുന്ന് സ്വദേശിയായ കുട്ടിയാലിയുടെ പരാതിയിലാണ് നടപടി വരുന്നത്. കഴിഞ്ഞ 3-ാം തീയതി രാത്രിയാണ് ഈ സംഭവം നടക്കുന്നത്. അതായത് അബ്ദുവും മകനും ബന്ധുവും ഉൾപ്പെടെ സംഘം കുട്ടിയാലിയുടെ വീട്ടിലെത്തി മർദ്ദിക്കുകയായിരുന്നു എന്നുള്ളതാണ് പരാതി. നാഫിയുടെ വിവാഹം മുടക്കിയതിന്റെ കാരണം കുട്ടിയാലി എന്ന് ആരോപിച്ചായിരുന്നു ഈ മർദ്ദനം നടത്തിയത്. തുടർന്ന് ഈ മർദ്ദന ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങൾ പ്രചരിപ്പിക്കുക കൂടി ചെയ്തു. സംഭവ ദിവസം കുട്ടിയാലിയുടെ ഭാര്യയും കുട്ടിയാലിയും മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നത്. ഈ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങൾ പ്രചരിച്ചതോടെ കുടുംബം പരാതിയുമായി രംഗത്ത് വരുന്നത്. വീട്ടിൽ കയറി ആക്രമണം നടത്തുക, ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുക തുടങ്ങിയ വകുപ്പുകൾ പ്രകാരമാണ് ഇപ്പോൾ പോലീസ് പ്രതികൾക്കെതിരെ കേസെടുത്തിട്ടുള്ളത്. ഈ പ്രതികളെ ഇപ്പോൾ സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇതേസമയം ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് നാട്ടുകാരും കൂടുതൽ ഈ പ്രതികൾക്കെതിരെ കൂടുതൽ നടപടികൾ ആവശ്യപ്പെട്ടിട്ടുള്ള രംഗത്ത് വന്നിട്ടുണ്ട്. സ്വാതി. ശരി രമ്യ, കോട്ടക്കലിലാണ് വിവാഹം മുടങ്ങിയെന്നാരോപിച്ച് മധ്യവയസ്കനെ ആക്രമിച്ച് ദൃശ്യങ്ങൾ പകർത്തിയ സംഭവത്തിൽ പിതാവും മകനും ബന്ധുവും അറസ്റ്റിലായിരിക്കുന്നത്. ഒതുക്കുങ്ങൽ ചെറുകുന്ന് സ്വദേശി തയ്യിൽ അബ്ദു, മകൻ നാഫി, ബന്ധു ജാഫർ എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്.